ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് എല്ലാം ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ ഗൂഗിൾ മെയിലിലെല്ലാം പോകുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു മെസ്സേജ് എല്ലാം വന്നിരിക്കുന്നത് കാണാം. ഒട്ടുമിക്ക പേർക്കും ഇപ്പോൾ ഇത്തരത്തിൽ 90% സ്റ്റോറേജ് യൂസ്ഡ് എന്നെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഈ ഒരു സ്റ്റോറേജ് എല്ലാം വളരെ പെട്ടെന്ന് തന്നെ ഫില്ലാകുന്നതിനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യത്തെക്കുറിച്ചെല്ലാമാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യമെല്ലാം നിങ്ങൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ സ്റ്റോറേജ് എല്ലാം ഇത്ര പെട്ടെന്നെല്ലാം ഫില്ലാകുന്നതെല്ലാം കുറവാക്കാൻ സാധിക്കും. അപ്പോൾ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഫ്രീ ആയി ലഭിക്കുന്ന ജി ബി എന്ന് പറയുന്നത് 15 ജി ബി എല്ലാമാണ് നമുക്ക് ഗൂഗിൾ ഇത്തരത്തിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ 13.5 ജി ബി യൂസ്ഡ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ 1.5 ജി ബി കൂടി നമുക്ക് ഈ ഒരു മെയിൽ ഐ ഡിയിൽ കാണാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിന് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ വാട്സപ്പ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. ഇത്തരത്തിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ 3 ഡോട്ടിൽ പ്രസ് ചെയ്തതിന് ശേഷം സെറ്റിംഗ് എന്നതിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ചാറ്റ് എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഇതിൽ ബാക്കപ്പ് എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. ചാറ്റ് ബാക്കപ്പ് എന്നാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ ഒരു ജിമെയിൽ അക്കൗണ്ടിലേക്ക് നമ്മൾ ഇപ്രകാരം ബാക്കപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾ മെയിനായി യൂസ് ചെയ്യുന്ന ജിമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ ഈ ഒരു ബാക്കപ്പ് എല്ലാം ചെയ്യുമ്പോൾ, അതായത് വാട്സപ്പിലെ ബാക്കപ്പ് എല്ലാം ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു ജിമെയിൽ ഇതെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഫില്ലാകാനുള്ള സാധ്യതയെല്ലാം ഉണ്ട്. അതായത് നമുക്ക് ഒരുപാട് വോയിസ്, അതുപോലെ തന്നെ ഫോട്ടോസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഡെയിലി എല്ലാം തന്നെ ഒരുപാട് വരാറുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഇങ്ങനെ ബാക്കപ്പ് ആകുമ്പോൾ ഇത് നമുക്ക് നല്ല സ്പേസ് എല്ലാം തന്നെ കളയുന്നുണ്ട്. നേരത്തെ നമുക്ക് ഇത്തരത്തിൽ ഈ ഒരു ഗൂഗിൾ ഐഡി എല്ലാം കൊടുത്തിരുന്നെങ്കിൽ കൂടി നമുക്ക് ഈ ഒരു വാട്സപ്പിൻ്റെ ബാക്കപ്പ് എല്ലാം ലഭിക്കുന്നതിന് ഒരു സെപ്പറേറ്റ് സ്പേസ് എല്ലാം നമുക്ക് ലഭിച്ചിരുന്നു, അല്ലെങ്കിൽ സ്റ്റോറേജ് സ്പേസ് എല്ലാം തന്നെ അതിനു വേണ്ടി ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്ന ഈ ഒരു 15 ജി ബിയിൽ തന്നെയാണ് നമുക്ക് ഇതെല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുന്നത്. അതിൽ കൂടുതലായി നിങ്ങൾക്ക് ജി ബി എല്ലാം വേണമെങ്കിൽ നമുക്ക് ഇതെല്ലാം തന്നെ പർച്ചേസ് ചെയ്യേണ്ടതായെല്ലാം വരുന്നുണ്ട്. അതിനാൽ തന്നെയാണ് നമ്മൾ ഇപ്പോൾ മറ്റൊരു കാര്യമാണ് നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കുക. നിങ്ങൾ ഇവിടെ ബാക്കപ്പ് ചെയ്യാൻ ഇവിടെ വച്ചിരിക്കുന്ന ഈ ഒരു ജിമെയിൽ അഡ്രസ്സ് ഇത് മാറ്റി നിങ്ങൾ പുതിയ ഒരു ജിമെയിൽ അഡ്രസ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്യുക. അതിനാൽ തന്നെ നിങ്ങളുടെ മെയിനായി യൂസ് ചെയ്യുന്ന ജിമെയിൽ അഡ്രസ്സിലേക്ക് അധികം ഈ ഒരു ബാക്കപ്പ് ഒന്നും വരാതിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു പരിധി വരെ നല്ല ഒരു സ്റ്റോറേജ് സ്പേസ് എല്ലാം നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ആഡ് അക്കൗണ്ട് എന്നതിൽ പോയതിനു ശേഷം പുതിയ ഒരു ഐ ഡി എല്ലാം ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് നമുക്ക് ഈ ഒരു ബാക്കപ്പ് എല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കുക. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇവിടെ നിങ്ങൾ ഈ ഒരു ഓപ്ഷനിൽ പോകുമ്പോൾ ഇവിടെ നമുക്ക് മാനേജ് സ്റ്റോറേജ് എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഇവിടെ നമുക്ക് മറ്റൊരു ഓപ്ഷൻ ലഭിക്കുന്നത്, അതായത് നമുക്ക് 30 ജി ബി സ്റ്റോറേജ് എല്ലാം ലഭിക്കുന്നതിന് മന്ത്ലി 59 റുപ്പീസ് എല്ലാം കൊടുത്ത് ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു സ്റ്റോറേജ് എല്ലാം എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പലതരത്തിലുള്ള പ്ലാൻസ് എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. മറ്റൊരു ഓപ്ഷൻ ഇതുപോലെ നമുക്ക് ഈ ഒരു പ്ലാൻ എല്ലാം തന്നെ യൂസ് ചെയ്യുക എന്നതാണ്. അതായത് മന്ത്ലി പേയ്മെൻ്റ് എല്ലാം കൊടുത്ത് നമുക്ക് ഇത്തരത്തിൽ വേണ്ട ഒരു പ്ലാൻ എല്ലാം സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജിമെയിൽ നല്ല രീതിയിലുള്ള സ്പേസ് എല്ലാം നമുക്ക് വരികയും അത് നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാനെല്ലാം സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തവർക്ക് ഇത്തരത്തിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്ന മെയിൽ, അതുപോലെ നമ്മൾ കൂടുതലായി യൂസ് ചെയ്തിരിക്കുന്ന ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് മാനേജ് സ്റ്റോറേജ് എന്നതിൽ പോയതിനു ശേഷം നമുക്ക് ക്ലീൻ അപ്പ് സ്പേസ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് മോർ ഡീറ്റെയിൽസ് എന്നെല്ലാം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതലായി ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ജി ബി എല്ലാം എവിടെ നിന്നാണെന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഗൂഗിൾ ഡ്രൈവ് വഴി 1.49 ജി ബിയാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഗൂഗിൾ ഫോട്ടോസ് വഴി 508 എം ബി മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് അധികവും ഈ ഒരു സ്പേസ് എല്ലാം വന്നിരിക്കുന്നത് ഇത് ജിമെയിലിൽ നിന്നാണ്. ജിമെയിലിൽ ഇത്തരത്തിൽ നമുക്ക് ഇനി ഇവിടെ കുറച്ച് താഴേക്ക് വരുമ്പോൾ ഇമെയിൽ ഇൻ ബിൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ, അതുപോലെ സ്പാം ഇമെയിൽസ് ഇതെല്ലാം തന്നെ നമുക്ക് റിവ്യൂ ചെയ്ത് ഇവിടെ നിന്ന് തന്നെ ഇതെല്ലാം തന്നെ ഡിലീറ്റ് ചെയ്യാനെല്ലാം സാധിക്കും. അതുപോലെ മറ്റൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ലാർജ് ഫയൽസ് എന്നെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ജിമെയിലിൽ ലാർജ് ഫയൽസ് എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ റിവ്യൂ ചെയ്തതിന് ശേഷം
ഇതെല്ലാം നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ആവശ്യമില്ലാത്തതെല്ലാം ഇതിൽ നിന്നും ഡിലീറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഈ ഒരു സ്റ്റോറേജ് എല്ലാം തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ എംപ്റ്റി ആക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇനി മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇമെയിൽ വിത്ത് ലാർജ് അറ്റാച്ച്മെൻറ്റ്സ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇവിടെ റിവ്യൂ എന്നതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം വലിയ രീതിയിൽ നമുക്ക് സ്പേസ് എല്ലാം എടുത്തിട്ടുള്ള അറ്റാച്ച്മെൻ്റ് എല്ലാമുള്ള മെയിൽസ് എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഏകദേശം 32 മെയിൽ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യമെല്ലാം തന്നെ നമ്മൾ റിവ്യൂ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു കാര്യമൊന്നും ആവശ്യമില്ല എങ്കിൽ ഇതെല്ലാം സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിലും നമുക്ക് ഇത്തരത്തിൽ ഈ ഒരു സ്പേസ് എല്ലാം എംപ്റ്റി ആക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ മെയിൽ ബോക്സ് ഇത് കംപ്ലീറ്റ് അല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയ മെയിൽസ് അല്ലെങ്കിൽ ഫയൽസ് അല്ലെങ്കിൽ മറ്റു കമ്മ്യൂണിക്കേഷൻ എല്ലാം തന്നെ ഇത്തരത്തിൽ നിങ്ങളുടെ മെയിൽ ബോക്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും തന്നെ റിസീവ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്